ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ഇനിമേൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെയോ അതിർത്തി കടന്നു വരുന്ന റഷ്യൻ ടാങ്കുകളുടെയോ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. കാരണം തോക്കുകളും ബോംബുകളും പഴയകാല ആയുധങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തെ തകർക്കാൻ അയൽ രാജ്യത്തിന്റെ അതിർത്തിയൊന്നും ഭേദിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളുടെ ഫോണിലെ 6 ഇഞ്ച് സ്ക്രീനിലൂടെ നിങ്ങളുടെ തലച്ചോറിലേക്ക് കടന്നുകൂടിയാൽ മാത്രം മതി. അതെ, ഒരു രാജ്യത്തെ ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഇനി അവിടുത്തെ ജനങ്ങളല്ല, മറിച്ച് വിദേശത്തിരുന്ന് കോടികൾ എറിയുന്ന ചില അജ്ഞാത ശക്തികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അയ്യോ, ഇതൊക്കെ വെറും ഗൂഢാലോചന സിദ്ധാന്തമല്ലേ, അഥവാ കോൺസ്പിറസി തിയറി അല്ലേ എന്ന് ചോദിച്ച് തള്ളിക്കളയാൻ വരട്ടെ. അറബ് വസന്തം എന്ന് വിളിച്ച് ലോകം ആഘോഷിച്ച പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ലിബിയയിലും ഈജിപ്തിലും സിറിയയിലും എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കണ്ടതല്ലേ? അയൽപക്കത്തെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും വരെ ഒടുവിൽ സംഭവിച്ച നാടകങ്ങൾ നമ്മൾ തത്സമയം കണ്ടതാണ്. ഇപ്പോൾ അതേ ടൂൾ കിറ്റ് നാടകത്തിലെ അടുത്ത ഇര ഇന്ത്യയാണോ? 2028ഓടെ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ റെജ്മി ചേഞ്ച് ലക്ഷ്യമിട്ട് അണിയറയിൽ ഒരു വൻ തിരക്കഥ ഒരുങ്ങുന്നുണ്ടോ? സാമ്പത്തിക ഉപരോധങ്ങൾ, ബോട്ട് ആർമികൾ, വ്യാജ പ്രതിഷേധങ്ങൾ, പെരുപ്പിച്ചു കാട്ടുന്ന സാമുദായിക വിടവുകൾ, എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? എങ്ങനെയാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ സ്വന്തം രാജ്യത്തിനെതിരെ തിരിക്കുന്ന ഒരു പാവകളായി മാറ്റുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് 5th ജനറേഷൻ വാർഫെയർ എന്ന മാനസിക യുദ്ധത്തെക്കുറിച്ചാണ്. അവസാന നിമിഷം വരെ കാണുക, തീർച്ചയായും കാണുക. ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതി തന്നെ ഇത് മാറ്റിയേക്കാം. ഒരു രാജ്യം പിടിച്ചെടുക്കാൻ പണ്ട് യുദ്ധവിമാനങ്ങളും സൈന്യവും വേണമായിരുന്നു. എന്നാൽ ഇന്ന് അതിലും വില കുറഞ്ഞതും ലാഭകരവുമായ ഒരു വഴിയുണ്ട്. ഒരു സമാന്തര കഥയുണ്ടാക്കുക. ബിൽഡ് എ നറേറ്റീവ് എന്ന് പറയും. നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ സംശയത്തോടെ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കഥ. ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർന്നു, രാജ്യം നശിക്കാൻ പോകുന്നു, ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊരു തുള്ളി വിഷം പോലെ ദിവസവും പകർന്നു നൽകുക, കുത്തിവയ്ക്കുക. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളല്ലേ, എന്നെ ആർക്ക് സ്വാധീനിക്കാൻ സാധിക്കും എന്നൊക്കെ. എന്നാൽ സത്യം എന്താണെന്നാൽ സോഷ്യൽ മീഡിയയിലെ ഓരോ അൽഗോരിതവും നിങ്ങളുടെ വോട്ട് ബാങ്കിനെയും നിങ്ങളുടെ ചിന്തകളെയും വിദേശത്തിരിക്കുന്ന ഏതോ ഒരു ഡാറ്റ കമ്പനിക്ക് വിറ്റഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെയാണ് സാങ്കേതികമായി ഹൈബ്രിഡ് വാർഫെയർ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഒരു വോട്ടിന്റെ വിലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു ശത്രുവിനും ഇന്ന് ധൈര്യമില്ല. കാരണം അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യമുണ്ട്. അപ്പൊ പിന്നെ ഇന്ത്യയെ തകർക്കാൻ എന്താ വഴി? ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കുക. ഈ തിരക്കഥയുടെ പ്രധാന ഘട്ടങ്ങൾ ഒന്നൊന്നായി നമുക്ക് വിശകലനം ചെയ്യാം. വെറുതെ തള്ളിവിടണ്ട. ആദ്യം ലക്ഷ്യമിടുന്നത് ഒരു രാജ്യത്തിന്റെ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യ ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി വളരുകയും 3ാമതിലേക്ക് കുതിക്കുകയും ചെയ്യുമ്പോൾ അത് പല വികസിത രാജ്യങ്ങളുടെയും വയറ്റത്തടിക്കലാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ, കറൻസിക്ക് മേലുള്ള സമ്മർദ്ദം, ആഗോള റേറ്റിംഗ് ഏജൻസികളെ ഉപയോഗിച്ച് ഇന്ത്യയുടെ ക്രെഡിറ്റ് സ്കോർ കുറച്ച് കാണിക്കൽ, വിദേശ നിക്ഷേപം, ഇതൊക്കെ തടയാനുള്ള ഗൂഢശ്രമങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ആദ്യ പടവുകളാണ്. സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകുമ്പോൾ അവർ സ്വാഭാവികമായും പ്രകോപിതരാകുമല്ലോ. ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിലാണ്. കോടതികൾ വിൽക്കപ്പെട്ടു, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യാജമാണ്, മാധ്യമങ്ങൾ വിൽക്കപ്പെട്ടു. ഈ വാചകങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളതാണ്. തീർച്ചയായും ഒരു ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ അത്യാവശ്യമാണ്. എന്നാൽ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായും തകർക്കുക എന്ന് പറയുന്നത് അത് ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യമാണ്. സ്ഥാപനങ്ങളിൽ വിശ്വാസമില്ലാതാകുമ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങുമല്ലോ. അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യയെപ്പോലെ വൈവിധ്യമുള്ളൊരു രാജ്യത്ത് വിഭജന രേഖകൾ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. മതം വേഴ്സസ് മതം, ജാതി വേഴ്സസ് ജാതി, ഉത്തരേന്ത്യ വേഴ്സസ് ദക്ഷിണേന്ത്യ, കേന്ദ്രം വേഴ്സസ് സംസ്ഥാനങ്ങൾ, യുവാക്കൾ വേഴ്സസ് മുതിർന്നവർ, ഈ വിടവുകളിലേക്ക് കൂടുതൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും എണ്ണയൊഴിക്കുക. തൊഴിലില്ലായ്മയോ പരീക്ഷാ ചോർച്ചയോ കർഷകരുടെ പ്രശ്നങ്ങളോ ആയിക്കോട്ടെ, പ്രശ്നങ്ങളെല്ലാം സത്യമായിരിക്കാം. എന്നാൽ ആ വേദനയെ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള തീവ്ര വിപ്ലവമാക്കി മാറ്റാൻ ചിലർ കാത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും അപകടകരമായ ഭാഗത്തിലേക്ക് വരാം. സോഷ്യൽ മീഡിയ ആയുധമാക്കൽ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ എക്സിലോ കാണുന്ന പല ട്രെൻഡിങ് വിഷയങ്ങളും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്കറിയുമോ? ബോട്ടുകൾ ഇതിന് പിന്നിലുണ്ട്. അതായത് ഞാൻ കുറച്ചും കൂടി വിശദാക്കാം. ഒരു ചെറിയ പ്രശ്നത്തെ പർവ്വതീകരിച്ച് കാണിക്കാൻ ആയിരക്കണക്കിന് വ്യാജ ബോട്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു. പിന്നെ ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളെ വികാരം കൊള്ളിക്കുന്ന വ്യാജ വീഡിയോകളും വ്യാജ ഓഡിയോകളും വിനാഴികകൾ കൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത്. പിന്നെ ആക്ടിവിസ്റ്റുകളും ഇൻഫ്ലുവൻസർമാരും വേറെ. പൈസ കിട്ടിയാൽ അവർ എന്തും ചെയ്യും.
വിദേശത്ത് ജീവിക്കുന്ന ചില സന്നദ്ധ സംഘടനകളും ഡിജിറ്റൽ ഇൻഫ്ലുവൻസർമാരും അറിയാതെയോ അറിഞ്ഞോ ഈ അജണ്ടകളുടെ പാവകളായി മാറുന്നുണ്ട്. ചെറിയൊരു തീപ്പൊരി അതൊരു അറസ്റ്റോ ഒരു സംഘർഷമോ നിർഭാഗ്യകരമായൊരു മരണമോ ആകട്ടെ, അതിനെ ആളിക്കത്തിക്കാൻ ഇവർ കാത്തിരിക്കുകയാണ്, തക്കം പാർത്തിരിക്കുകയാണ്. കാരണം തീ കൊളുത്തിയത് ആരാണെന്ന് ആരും ചോദിക്കില്ല. എല്ലാവരും കത്തുന്ന തീ മാത്രമേ കണ്ട് പ്രകോപിതരാകുന്നുള്ളൂ. ഇതൊക്കെ വെറും ഭയപ്പെടുത്തലാണെന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ല എന്ന് കരുതുന്നവരോട് ഒന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കൂ. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ എന്താ സംഭവിച്ചത്? സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. പ്രസിഡന്റിന്റെ കൊട്ടാരം കയ്യേറി. ഒടുവിൽ സംഭവിച്ചത് എന്താണ്? ഭരണം മാറി. പക്ഷെ ശ്രീലങ്കയുടെ രക്ഷ നടന്നോ? ഇല്ല. ഇനി ബംഗ്ലാദേശിലേക്ക് വരാം. സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങിയ സമരം ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു ഭരണകൂടത്തെ തന്നെ തൂത്തെറിഞ്ഞത്. വിദേശ ശക്തികളുടെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നുവെന്ന് സാക്ഷാൽ ഷെയ്ഖ് ഹസീന തന്നെ തുറന്നു പറഞ്ഞതാണ്. അവിടെയും ടൂൾ കിറ്റ് മാതൃക ഉപയോഗിക്കപ്പെട്ടതാണ്. പാകിസ്ഥാനിലും മ്യാൻമറിലും ഇതേ അസ്ഥിരതകളാണ്. ചുറ്റുമുള്ള അയൽരാജ്യങ്ങളെല്ലാം അസ്ഥിരപ്പെടുമ്പോൾ അതിന് നടുവിൽ ഒരു വടവൃക്ഷം പോലെ നിൽക്കുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നത് ആഗോള ശത്രുക്കളുടെ ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ സൗത്ത് ഏഷ്യൻ ഡീപ് സ്റ്റേറ്റ് ഗെയിം എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് രസകരമായ ഭാഗമുള്ളത്. നമ്മൾ കരുതുന്നത് നമ്മൾ വളരെ വലിയ ബുദ്ധിജീവികളാണെന്ന്. ഞാനും അങ്ങനെയാണ് കരുതുന്നത്. വിദേശത്തുള്ള ഏതോ ഒരു ശതകോടീശ്വരൻ, അതായത് ഉദാഹരണത്തിന് ജോർജ് സോറോസിനെ പോലെയുള്ള ഒരു ആഗോള സാമ്പത്തിക തിമിംഗലങ്ങളൊക്കെ ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ കോടികൾ വാരി വലിച്ചു നൽകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമായിരിക്കാം, അയ്യോ പാവം, അവർക്ക് ഇന്ത്യയോടുള്ള സ്നേഹം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണെന്ന് കരുതാൻ വരട്ടെ. അവർക്ക് നമ്മുടെ വികസനത്തോട് അത്രയധികം സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്ന അതിവേഗ പാതകളും നമ്മുടെ ദേശീയ പ്രതിരോധ ആയുധങ്ങളും നമ്മുടെ ഡിജിറ്റൽ വിപ്ലവവും കാണുമ്പോൾ അവർക്ക് ആനന്ദ കണ്ണീരാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ആഗോള മാധ്യമങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണീര് മാത്രം എടുത്ത് ലോകത്തിന് മുന്നിൽ വെച്ച് പന്താടുന്നത്. അയ്യോ ഇന്ത്യ നശിക്കുന്നേ എന്താ ദിവസവും അവരുടെ വിലാപം ഇതിലാണ്. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പുരോഗതികളൊന്നും അവർ കാണുന്നില്ല. നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളോ സാമ്പത്തിക വളർച്ചയോ അവരുടെ മാധ്യമങ്ങളിൽ ഒരിക്കലും ഒരു വാർത്തയായിട്ടില്ല. പകരം ഇന്ത്യയെ എങ്ങനെ ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ജീവിക്കാൻ കൊള്ളാത്ത രാജ്യമായി ചിത്രീകരിക്കാം എന്നതിലാണ് അവരുടെ ഗവേഷണം. സത്യം പറഞ്ഞാൽ അവർ നമ്മളെ സ്നേഹിക്കുകയല്ല, അവർ നമ്മളെ പഠിക്കുകയാണ്. നമ്മുടെ ദുർബലതകൾ, നമ്മുടെ വിഭജന രേഖകൾ, നമ്മുടെ സമുദായ വിടവുകൾ എന്നിവയെല്ലാം പഠിച്ച് നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ വീടിന് തീ വെപ്പിക്കുന്ന വിധിയാണ് അവർ പരീക്ഷിക്കുന്നത്. നമ്മളൊക്കെ അതിൽ വീണുപോയി തമ്മിൽ തല്ലി ചാവാനാണ് വിധിയെങ്കിൽ ഒന്നും പറയാനില്ല. എന്തായാലും ആലോചിക്കുക, ചുറ്റും കണ്ണു തുറന്ന് കാണുക, അത്രേ പറയാനുള്ളൂ. എങ്കിൽ മാത്രമേ സുരക്ഷിതരായി നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ണു തുറന്ന് തന്നെ കാണുക. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, വിമർശിക്കാം, പക്ഷേ നിലനിൽപ്പ് കൂടി ഒന്ന് ചിന്തിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.